ഞങ്ങളെ ഓർക്കുമാറാകണമേ. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്നു. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട വിടുതലും ആശ്വാസവും ഞങ്ങൾക്ക് ഇനിയും മുൻപോട്ട് പോകേണ്ടുന്ന നിർദ്ദേശങ്ങളും കർത്താവിൽ നിന്ന് തന്നെ കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളെ കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ. നന്മകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ നമുക്കിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൃപയാൽ നമുക്ക് ഒരാഴ്ചവട്ട കാലം കൂടി കർത്താവ് നൽകി തന്നു. കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനും ആരാധനയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാനും കർത്താവിനെ സ്തുതി പറയുവാനും മഹത്വപ്പെടുത്തുവാനും എല്ലാം കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. ഒരു ആരാധന എന്ന് പറയുന്നതിന്റെ മാഹാത്മ്യം നമുക്ക് അറിയാം. നമ്മൾ മുൻപ് കേട്ടതുപോലെ തന്നെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അവൻ ഒരു കണ്ണാടി പോലെ കർത്താവിനെ പ്രതിബിംബിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മൾ മരണത്തിന് മുമ്പേ നമ്മുടെ ശരീരം നിശ്ചലമായി തീരുന്നതിന് മുമ്പേ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ രക്തചംക്രമണം നിൽക്കുന്നതിന് മുമ്പേ തന്നെ അത് പ്രാപിച്ചെടുക്കണം. അതുകൊണ്ടാണ് സഭാപ്രസംഗ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യരിൽ ജീവനുള്ളതിനൊക്കെയും പ്രത്യാശയുണ്ട്. അതായത് നമ്മൾ ജീവൻ ശേഷിക്കുന്ന കാലത്തോളം നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന ഈ ആത്മാവിനെ വ്യത്യാസപ്പെടുത്താൻ കഴിയും. പ്രകാശമുള്ളതാക്കി തീർക്കുവാൻ, പ്രകാശം ഇല്ലാതാക്കി തീർക്കുവാൻ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ സാധിക്കും. എന്നാൽ എങ്ങനെ സാധിക്കും? അതിനുള്ള വഴിയാണ് ആരാധന. ആരാധന ഇല്ലാതിരുന്ന ഒരു കാലത്ത്, നമ്മൾ ലോകത്തിൽ ഇഷ്ടം പോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത്, വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് നമ്മൾ പാടാറുണ്ട്, അന്നേ മരിച്ചു പോയെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ദേഹി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതിന്? അതിനും പറയുന്നുണ്ട്, ക്ഷയമുള്ള മനുഷ്യൻ, ഇഴജാതി, നാൽക്കാലി, പക്ഷി മൃഗാദികള് ഇങ്ങനെയുള്ളതിന്റെയൊക്കെ നിഴലായിരിക്കും ആ ദേഹിയിലുണ്ടായിരുന്നത്. ഒന്ന് ഓർക്കണം, ദൈവം നമുക്ക് ചെയ്ത ഉപകാരത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതൊക്കെയും നീക്കിക്കളഞ്ഞതിന് ശേഷം ആരാധനയിൽ കൂടി നമ്മൾ ചിലത് പ്രാപിപ്പാനായിട്ട് കർത്താവ് അവസരം തന്നിരിക്കുകയാണ്. അതിനുവേണ്ടി നാം കർത്താവിന്റെ സന്നിധിക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കുള്ള ഉത്തരവാദിത്വം ഇതാണ്. ആരാധനയിൽ കൂടി നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ തെളിയിച്ചെടുക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ 4 കാര്യങ്ങളാണ്. ഇപ്പോ ഒരാളുടെ പണം എന്റെ ഉള്ളിൽ വരണമെങ്കിൽ, ഒരു വ്യക്തിയുടെയോ ഒരു ശക്തിയുടെയോ നിഴല് എന്റെ ഉള്ളിൽ വരണമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളായിരിക്കണം, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായിരിക്കണം, ഏറ്റവും കൂടുതൽ അനുസരിക്കുന്ന. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, 2 ഭയപ്പെടുന്നത്, 3 അനുസരിക്കുന്നത്, 4 സ്നേഹിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ ആരെയാണോ നമ്മൾ ആരും പറയണ്ട. നമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾ ആരെ അനുസരിച്ച്, ആരെ വിശ്വസിച്ച്, ആരെ സ്നേഹിച്ച്, ആരെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മള് ഇത് ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് നോക്കിയാൽ മതി. അത് നോക്കുമ്പോഴാണ് സർപ്പത്തെ ആരാധിച്ചതിന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കും? സർപ്പം. മനുഷ്യനാണ് ഏറ്റവും വലുതെങ്കിൽ അതിരിക്കും. എന്നാൽ സത്യദൈവത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അനുസരിച്ചതും ഭയപ്പെട്ടതും വിശ്വസിച്ചതുമെങ്കിൽ ദൈവപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതിഫലനം നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവന്റെ പ്രത്യക്ഷതയെങ്കിൽ
അവൻ നമ്മിൽ അതിശയവിഷയമായി തീരും എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂട്ടം ജനമുണ്ട്. മുൻ നിയമിക്കപ്പെട്ടവരെന്ന് പറയും. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ മുൻ നിയമിക്കപ്പെട്ടവർക്ക് തന്റെ പുത്രനോട് സദൃശനാകാൻ നിയമിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ എങ്ങനെ ഇരിക്കണം? നോക്കിയാൽ എല്ലാവരും ദൈവത്തിനെ പോലെ ഇരിക്കണം. എല്ലാവർക്കും ഇല്ല. ദൈവം ഉന്നയിച്ച ഒരു കൂട്ടരും അങ്ങനെ ഇരിക്കണം. അപ്പോ ആ പദവിയിൽ എത്താനുള്ള ഓട്ടമാണ്, അധ്വാനത്തിന്റെ ഭാഗമാണ് ഈ ആരാധന. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവര് ഒരു കാര്യത്തിലും എന്തെല്ലാം പറഞ്ഞാലും എന്താ അബ്രഹാമിനോട് പറഞ്ഞ് എനിക്ക് ആ ലക്ഷ്യം പ്രാപിച്ചേ മതിയാവും. അബ്രഹാം മകനെ യാഗം കഴിക്കാൻ തുടങ്ങി. തനിക്കുള്ളതെല്ലാം വിട്ടുപിരിയാൻ തുടങ്ങി. അങ്ങനെ തന്റെ ജീവിതത്തിൽ ഏത് വിധേനയും ആരാധനയിൽ കൂടി ഇത് പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതങ്ങൾ. വചനം പറയുന്നത് ഇത് മാത്രം ആഗ്രഹിച്ചാൽ മതി. ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ മതി. അതായത് ഒരു നമുക്ക് 7 ദിവസം 6 ദിവസം കഴിയുമ്പോൾ 7ാമത്തെ ദിവസമാണ് ആരാധനയ്ക്കുള്ള ഒരു ദിവസം കിട്ടുന്നത്. ബാക്കി 6 ദിവസവും നമ്മൾ അധ്വാനിച്ച് 7ാമത്തെ ദിവസം ആരാധിക്കാൻ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. 6 ദിവസവും ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്നു. 7ാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ദിവസം. അതിനുവേണ്ടി മാത്രമാണ് നമ്മുടെ ജീവിതം. അതിനെ മാനിച്ച് 7ാമത്തെ ദിവസത്തെ നമ്മൾ മാനിച്ച് ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും ആരാധനയും ജാഗരണങ്ങളും കർത്താവിന്റെ പ്രവർത്തനങ്ങളും മാത്രമായിട്ട് ഇരുന്ന് അതിനെ മാനിച്ചു കഴിഞ്ഞാൽ ബാക്കി 6 ദിവസത്തെ കാര്യം ദൈവം നോക്കും. എന്നാൽ ഈ 6 ദിവസം കിടന്ന് അധ്വാനിച്ച് 7ാമത്തെ ദിവസം കൂടെ കൂടി അന്ന് രാവിലെ കൂടെ കൂടി എന്തെങ്കിലും ചെയ്യാതെ ജീവിതത്തിൽ ഒന്നും നേടൂല എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ആയുഷ്കാലം മുഴുവനും ആ ഗതിയല്ല. ഒരു നന്മയും പാടില്ല. അത് പാടില്ല. അത് പാടില്ല. ആരാധന എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസിക്ക് പരമ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കുന്നത് തന്നെ. കാരണം നാളെ നാളെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കണക്ക് തീർക്കുന്ന ദിവസവും കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം ഇവൻ ആരാധന ദിവസത്തെ മാനിച്ചിട്ടുണ്ടോ? പഴയ നിയമത്തിൽ പഠിക്കുന്നതനുസരിച്ച് ശബത്തിനെ മാനിച്ചിട്ടുണ്ടോ? ശബത്തിനെ മാനിച്ചിട്ടുള്ളവർക്കാണ് ശബത്തിന്റെ അനുഭവം കർത്താവ് കൊടുക്കുന്നത്. ശബത്തിനെ അപമാനിച്ചവർക്കൊരിക്കലും ആ സ്ഥിതിയിലെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞു പോകണം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതം ആ ദിവസത്തെ ശ്രദ്ധയോടെ ആരാധിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായി തീരുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകും. ഇന്ന് നമ്മൾ വായിച്ചത് സങ്കീർത്തനം 83-ാം സങ്കീർത്തനമാണ്. 83-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. മിണ്ടുന്ന ദൈവം, മിണ്ടാത്ത ദൈവം. അപ്പോ ഒരു കാര്യം ദൈവം മിണ്ടിയാലുള്ള പ്രത്യേകത എന്താ? മനുഷ്യനങ്ങ് ജീവിച്ചാൽ പോയി. മനുഷ്യനങ്ങ് ജീവിച്ചാൽ പോയി. വൈകുന്നേരം തുടങ്ങിയതാ മീൻപിടുത്തം. വൈകുന്നേരം മീൻപിടുത്തം തുടങ്ങി. രാത്രി മുഴുവനും പിടിച്ചു. അത്രയും പരിചയം തലമുറയായിട്ട് മീൻപിടുത്തക്കാരൻ എല്ലാ വിദ്യ അറിയാവുന്നവരാ. മീൻപിടുത്തത്തിന് എന്തെല്ലാം വശമുണ്ടോ അത് മുഴുവൻ അറിയാവുന്ന പാർട്ടികളാ. നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു നമ്മള് ജാതികളെ ഇത് പൊടിച്ചു പോലും ഇല്ല. നേരം വെളുത്ത് കഴിയുമ്പോ കർത്താവ് നേരം വെളുക്കാനായപ്പോ നിർത്തുന്നു. പടകിന്റെ ഭാഗത്തേക്ക് മാറ്റി വല വീശാൻ കർത്താവ് പറഞ്ഞു. വല വീശി പെരുത്തൊരു മീൻ കൂട്ടും. കർത്താവ് സാധനം. അപ്പോ രാത്രി മുഴുവൻ ചെയ്തത് ആ അധ്വാനം. ഇത് തലേ ദിവസം ഈ മീൻ പിടിക്കാൻ ആരംഭിക്കുമ്പോ കർത്താവിന്റെ ഒരു വാക്ക് കേട്ടിട്ടായി ചെയ്തെങ്കിലും കർത്താവിന്റെ ഒരു വാക്ക് കേട്ടിട്ട് ചെയ്തെങ്കിലും നമ്മൾ രാവും പകലും അധ്വാനിക്കും. രാവും പകലും നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ സംഗീതക്കാരൻ പറഞ്ഞു കർത്താവേ മൗനമായിരിക്കില്ലേ, ഞാൻ എന്തെല്ലാം കാര്യം ഞാൻ രാവും പകലും നീ കിടന്ന് ഓട്ടം ഓടിയിട്ട് ഒരു എങ്ങും എത്തുന്നില്ല. നീ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നെങ്കിലോ, നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലോ, ആ വാക്കിന് പ്രകാരം ഞാൻ ചെയ്തിരുന്നെങ്കിലോ. കാരണം കാരണം എന്താ പറയുക,
നമ്മൾ പറയുന്ന പോലെയല്ല കർത്താവ് ശബ്ദിക്കുന്നത്. കർത്താവ് ശബ്ദിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? കർത്താവ് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ആ ശബ്ദം കേൾക്കാൻ മനുഷ്യര് മാത്രമല്ല, ആത്മീയമണ്ഡലത്തിൽ ദൂതന്മാരും നോക്കിയിരിപ്പുണ്ട്. എന്താ ഈ പറയുന്നത്? യേശു ലോകത്തിലായിരിക്കുമ്പോഴുണ്ട് ദൂതന്മാര് 4 വശത്തും കൂടി നിൽക്കുക. എന്തിനു വേണ്ടിയിട്ടാ? എന്താ ഈ പറയാൻ അറിയുന്നതറിയോ? യേശു പറയുന്ന കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ദൂതന്മാർ ബാധ്യസ്ഥരാ. മറിയയോട് ചെന്ന് എല്ലാവരും കൂടെ പരാതി പറഞ്ഞപ്പോ മറിയ പറഞ്ഞു, മറിയയ്ക്കത് പരിചയമുണ്ട്. ഞാൻ ഈ കിടന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്നോട് വന്ന് ഒഴിഞ്ഞു നിന്ന് പോയി സദ്യ വൃത്തികേടാകും, എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കും. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരങ്ങ് ചെയ്തേച്ചാ മതി. കാരണം ഞാൻ പറഞ്ഞ ആത്മീയ മണ്ഡലങ്ങളിൽ ആരും കേൾക്കാനുണ്ടാവില്ല. നിങ്ങളൊക്കെ കേൾക്കും എന്നുള്ളതല്ലാതെ ആത്മീയ മണ്ഡലങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷെ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ മണ്ഡലം ഇളകും. കാരണം നമ്മൾ ഇന്ന് കാണുന്നില്ലെങ്കിലും വിശ്വാസത്താൽ നോക്കുമ്പോൾ യേശുവിന്റെ മുമ്പില് യേശുവിന്റെ വായിൽ നിന്ന് വീഴുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് അനേകായിരം ദൂതന്മാർ നിൽക്കുന്നുണ്ട്. അത് നിവർത്തിക്കാൻ വേണ്ടി. ആ മറിയയുടെ വിശ്വാസവും അറിവും നോക്കണം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അങ്ങ് ചെയ്തേച്ചാൽ മതി. വേറൊന്നും ചെയ്യണ്ട. എല്ലാവരും ചെന്ന് പരാതി പറഞ്ഞു. യേശുവിനോട് പറഞ്ഞു. യേശു കൽപ്പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. നിറച്ചു. വന്ന് ഞങ്ങള് കൽപ്പാത്രത്തിൽ വെള്ളം നിറച്ചെന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും അവിടെ കോരിക്കൊണ്ട് ആദ്യം വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞു. വേറൊന്നും എതിര് ചോദ്യമൊന്നുമില്ല. അത് വെള്ളം കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുത്തു. മേത്തരമായി വീഞ്ഞു. മേത്തരമായി വീഞ്ഞു. ഇതാര് വീഞ്ഞാക്കി? ഇതെങ്ങനെ പ്രവർത്തിച്ചു? ആത്മീയ മണ്ഡലം അവന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അവിടെ ഒരുങ്ങി. കാരണം എന്താ? യേശുവിന്റെ ശബ്ദം അതുപോലെയായിരുന്നു. ഇത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലും. അവൻ എന്ത് ചെയ്യാൻ പോകുന്നത്? കർത്താവ് ഞാനൊരു വലിയ കാര്യം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഞാൻ ലജ്ജിച്ച് മടങ്ങാതിരിക്കണമെങ്കിൽ നീ ഒരു വാക്ക് പറയണം. നമ്മൾ പലരും ഒന്ന് സ്നാനപ്പെടാൻ തയ്യാറായിട്ടിരിക്കുകയല്ലേ. ഏഹ് നീ ചോദിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞോ? ഒരു വാക്ക് കിട്ടിയോ? ഒരു വാക്ക് സ്നാനപ്പെടാൻ കിട്ടിയോ? പ്രാപിക്കണം. പ്രാപിക്കണം. കാരണം ആ വാക്ക് പ്രാപിച്ചതാണ്. ആ വാക്കിനാലാണ് ആ സ്നാനമെങ്കിലുണ്ടല്ലോ. നീ എത്തുന്ന സ്ഥലം ഒരു ഒറ്റ മനുഷ്യനും ചിന്തിക്കാൻ പറ്റും. പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് ശരിയാ. നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? വചനം പറയുന്നത് നിന്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവൻ അവനെ സ്നേഹിക്കുന്നവനാണ്. കൽപ്പന എന്ത് ചെയ്യണം? ലഭിക്കണം. ലഭിക്കണം. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടല്ലോ. പിന്നെയോ ഇസ്രായേൽ ജനം മുഴുവനും മറുകര കടന്ന് ചെങ്കടല് ഭാഗത്ത് മറുകര കടന്നു. പുറകെ ഫറവോൻ ഇറങ്ങി. ഫറവോനോട് പറഞ്ഞോ? ഫറവോനോട് അയ്യോ ഞങ്ങൾ മുങ്ങിപ്പോകുന്നല്ലോ. നിന്നോട് പറഞ്ഞായിരുന്നു ഇറങ്ങാൻ. നിന്നോട് ഇറങ്ങാൻ പറഞ്ഞോ? മറ്റവരോട് പറഞ്ഞു. അവരിറങ്ങിപ്പോയി. കരയ്ക്ക് കയറിപ്പോയി. നിന്നോട് ഇറങ്ങാൻ പറഞ്ഞോ? നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോ? ഒറ്റ ഒരു വാക്ക്. അത് മതി. അത് മതി. ആർക്ക് എതിര് നിൽക്കാൻ കഴിയും? മോശയുടെ ശരീരം എടുക്കാൻ ചെല്ലുമ്പോ ശരീരം അടക്കിയ സ്ഥലത്ത് നിന്ന് മീഖായേലിനോട് കർത്താവ് പറഞ്ഞു, "നീ ഒന്ന് മോശയുടെ ശരീരം എടുത്തു" എന്ന്. മോശയുടെ ശരീരം എടുക്കാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീലിനെ പോലെ നിന്ന് വാദിക്കുക സാത്താൻ. സാധിക്കില്ല. എങ്ങനെ സാധിക്കും? അതിന്റെ കാരണം അവിടെ സാത്താന് അങ്ങനെ അവിടെ ഒരു കാര്യവും പറഞ്ഞില്ല. ശരീരം എടുക്കാൻ പറ്റില്ല. ഇതാണ് ഓ സാത്താന്റെ വാദം. എന്നാ നീ ഒന്ന് മാറി നമുക്ക് ഒരു കൈ നോക്കാം. ഉം. യെരൂശലേമിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ അവനാണ് എന്നെ അയച്ചത്. എന്നെ അയച്ച ആരുടെ വാക്യം പ്രകാരമായി വന്നേക്കണെന്ന് അറിയാവോ? കർത്താവിന്റെ സാധനം. ഒരു ദൂഷണവും വിധി ഉച്ചരിക്കും. ഒന്നും പറഞ്ഞില്ല. പോകുന്നതിനെ വിമർശിക്കട്ടെ. ദൈവം എന്നെ ഈ വചനവുമായിട്ട് അയച്ചവൻ കാര്യം നടന്നു. മോശയുടെ ശരീരമായിട്ട് ആളുപോയി. ആൾക്ക് എതിര് നിൽക്കാൻ പറ്റുമോ? ഈ ലോകത്തിന്റെ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന എതിരാളി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒറ്റ കാര്യം.
അവന്റെ വാക്കിനാലായി. ഒടുവിൽ എന്തെങ്കിലുമൊക്കെ കിടന്ന് ചിന്തയും വിചാരങ്ങളും വാക്കുകളും പറഞ്ഞിട്ടാകുമ്പോ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ? എനിക്കിങ്ങനെ വന്നല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞായിരുന്നല്ലോ. എന്നോട് പറഞ്ഞായിരുന്നല്ലോ. എങ്കിൽ അവൻ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചോളും. പറഞ്ഞെങ്കിൽ നീക്കുപോക്ക് അവൻ തന്നോളും. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കേട്ടത് നമ്മൾ ഓർത്തുകൊള്ളണം. സങ്കീർത്തനക്കാരൻ പറയാണ് കർത്താവേ, ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയാം. വലിയൊരു പ്രവൃത്തി ആരംഭിക്കാൻ പോവാ. വലിയൊരു പ്രവൃത്തി. വലിയൊരു പ്രവൃത്തി. എല്ലാവരും അങ്ങ് തുടങ്ങുക. പറയാം കോടിക്കണക്കിന് രൂപ അവിടെ ഒന്ന് നോക്കും മേടിച്ചതിന് ശേഷം പണി അങ്ങ് തുടങ്ങുക. പണി തുടങ്ങി അവസാനം എങ്ങും എത്തണില്ല. ജാതികളെ പറഞ്ഞ വട്ടക്കൊട്ടായി വെള്ളം കൊള്ളുന്ന പോലെ മുങ്ങിന്ന് മുങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഇതെന്ത് ഞാൻ ഇത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തു ഇറങ്ങി തിരിച്ചതാണല്ലോ. കർത്താവിന്റെ നാമത്തിനാണല്ലോ ഇത് ചെയ്തത്. ഈ പറഞ്ഞായിരുന്നോ? നീ ഇതിന് പോകാൻ പറഞ്ഞായിരുന്നോ? ഒരു വാക്ക് കിട്ടിയോ? വാക്ക് കിട്ടി അവൻ പറഞ്ഞിട്ടാണെങ്കിൽ ഈ സംഭവം ഇതുപോലെ അല്ലല്ലോ. കർത്താവ് നമുക്ക് നമ്മുടെ ജീവിതം വിവിധ നിലകളിൽ മുമ്പോട്ട് പോകാൻ പോവാം. ദൈവാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആലോചനകളെല്ലാം തോന്നി. ഇതുപോലെ ഇത്രയും കാലത്തെ കാര്യമല്ല. ചില പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പോവാ. അത് നമ്മൾ ഓരോരുത്തരെ കുറിച്ച് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നീങ്ങാൻ പോവാ. പക്ഷെ ഒന്നും ഓർത്ത് കൊള്ളണം. കർത്താവ് ഏത് നീക്കം നീങ്ങിയാലും ചോദിച്ചേക്കണം, ഒരു വാക്ക് ചോദിച്ചേക്കണം. ഞാൻ പോവാം. ഇനി ഏത് വഴിക്കെങ്കിലും ആകട്ടെ ഞാൻ ഇറങ്ങാം. ഒറ്റ വാക്ക്, ഒരൊറ്റ വാക്ക്. ഞാനിത് ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ മൗനമായിരിക്കരുത്. നീ മിണ്ടാതിരിക്കരുത്. ശരി, ശരി, പോ എന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ, നീ ആ വഴിക്ക് പോകൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നടന്നു. കർത്താവിന് നേരം വെളുക്കുന്നവരെയും പിടിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഒരു കാര്യമില്ല. അവന്റെ വാക്കിനാൽ ആ കാര്യം സാധിച്ചു. അതിശയിച്ചു പോയി. അതിശയിച്ചു പോയി. വല എടുക്കാൻ പറ്റുന്നുണ്ടോ? കൂട്ടുകാരെ വിളിച്ചു. വല കീറാൻ പോകുന്നതല്ലാതെ എണ്ണി എണ്ണി നോക്കി. തന്റെ ജീവിതത്തിൽ ഇന്നുവരെയും പിടിച്ച മീൻ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും, ഇല്ലായിരിക്കും, അറിയാൻ പാടില്ല. അത്രയും വലിയൊരു പെരുത്ത മീൻകൂട്ടം എവിടെ നിന്ന്? ഇതിന്റെ ഉത്ഭവം എവിടെ നിന്ന്? ഈ പ്രവൃത്തിയുടെ ഉത്ഭവം എവിടെ നിന്ന്? ആത്മീയമണ്ഡലത്തിന്റെ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. ആർക്കും സംശയമില്ലാതെ നടക്കുന്ന ഒരു കാര്യമാണ്. നിനക്ക് എങ്ങനെ ഈ കാര്യം സാധിച്ചു എന്നുള്ള ചോദ്യത്തിന് ആത്മീയമണ്ഡലം ഇതിന്റെ പിന്നിലുണ്ട്. എന്തുകൊണ്ട് ആത്മീയമണ്ഡലം പുറകെ ഉണ്ടായതിന് കാരണം എന്താ? പറയേണ്ടവൻ പറയേണ്ടവൻ മിണ്ടാതിരുന്നില്ല, മൗനമായിരുന്നില്ല, കൽപ്പിച്ചു, വാക്ക് കൽപ്പിച്ചു. ആ വാക്കിനാൽ ഇന്ന് ഇവിടെ എത്തി. അതാണ് സ്തോത്രം. സ്തോത്രം. ആരും ആരും തന്റെ ഇഷ്ടമാറില്ല. പിന്നെയോ കർത്താവേ, ഞാൻ ഈ വഴിക്ക് തരികയും എനിക്ക് നിന്റെ ശബ്ദം കാണും, നിന്റെ അനുവാദം വേണം, നിന്റെ വാക്ക് വേണം. ആ വാക്കിനാൽ നമുക്ക് ഇറങ്ങാം. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്താൽ സാധ്യമായി തീരും, സംശയമില്ല. കാരണം നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടതാണ്. ആരും ആക്ഷേപിക്കപ്പെടാൻ കർത്താവ് സമ്മതിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഒരൊറ്റ കാര്യം മാത്രം, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്റെ ഭുജമല്ല, നിന്റെ വാക്കായിരിക്കും. നിന്റെ വാക്കായിരിക്കട്ടെ. അതായത് ഞാൻ മുഖാന്തരം ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെടും. ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞു ഒരുത്തനെ തല്ലിക്കൊന്നു മണലിലിട്ടു മോശ. പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേരും തമ്മിൽ സഹോദരന്മാർ തമ്മിൽ വഴക്കും. അവിടെയും ന്യായപാലനം ചെയ്യാൻ കഴിഞ്ഞപ്പോഴത്തേക്കും സംഗതി എല്ലാവർക്കും പരസ്യമായിപ്പോയി. ഇതൊക്കെ കളിയില്ല, ഇപ്പൊ പ്രശ്നമാവും. രാജാവ് പറഞ്ഞു, എനിക്കെന്താ ഇങ്ങനെ? ഞാൻ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വന്നിട്ട് എനിക്കെന്താ ഇങ്ങനെ വന്നേ? നിങ്ങൾ പറഞ്ഞായിരുന്നു, മുസ്ലിം തെരുവെല്ലാം പറഞ്ഞായിരുന്നു, തലേ ദിവസം വേണ്ടാത്ത കാര്യത്തിൽ പോയി ഇടപെടാൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞെങ്കിൽ പറഞ്ഞു നോക്കിക്കോളും. ഇത് പറഞ്ഞില്ല. ദേ ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് കൂടി 1 2 ദിവസമല്ല, 40 വർഷം. 40 വർഷം ഒരു പ്രവൃത്തി തെറ്റിയതാ. 40 വർഷം. ഈ 40 വർഷം മരുഭൂമിയിൽ കിടന്നുകൊണ്ട് കുഴഞ്ഞ് എന്ത് കാരണം? എന്ത് കാരണം? അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞില്ല. എന്നാ ദേ രണ്ടാമത് തുടങ്ങാൻ പോവാ. ഹോരേബിൽ കർത്താവ് കണ്ടു, മോശെ നീ എവിടെ പോവാ? ഈ ഒരു അതിശയ പ്രവൃത്തി കാണുക. മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു.
എന്നാ ഒന്ന് നോക്കാൻ പോവാ. ഉൾപ്പറമ്പ് കത്തിപ്പോകുന്നില്ല, തീ കത്തുന്നുണ്ട്. നീ നോക്ക്, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാക്കിയാൽ നിന്റെ ചെരുപ്പഴിച്ചുകളാ. അഴിച്ചു കളഞ്ഞു. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിന്നെ ഞാൻ അയക്കാൻ പോവാ. അയ്യോ! എങ്ങോട്ട്? ഇസ്രായേൽ ജനത്തെ വിടിയിക്കാൻ. 40 വർഷം മുമ്പ് 40 വർഷം മുമ്പ് ആരോഗ്യവും ഉഷാറും ഉല്ലാസവും ഹൃദയവും എന്തായിരുന്നു അന്ന് ഇതിന്റകത്ത് നിന്നാ. വേണ്ട, അടങ്ങിയിരുന്നാ മതി. ഇനി എന്താ? അങ്ങനെയല്ല. അവന്റെ വചനം അതിവേഗം ഓടുന്നു. അവന്റെ വചനത്തിന്റെ മുമ്പിൽ കീഴടങ്ങാത്തത് ആര്? ആർക്കും അടച്ചുകൂടാതെ തുറക്കുവാൻ കഴിവുള്ളവൻ, ആർക്കും തുറന്നുകൂടാതെ അടയ്ക്കുവാൻ കഴിവുള്ളവൻ. തന്റെ വചനത്തെ പറഞ്ഞു, ഈ വാക്കിനാൽ നീ പോക, ഒരു പ്രവൃത്തി ചെയ്യാൻ പോവാ. ഒഴിഞ്ഞു മാറി, വിട്ടില്ല, നിർബന്ധിച്ചു, ഏറ്റെടുത്ത് പോയി. എവിടെ എത്തി? എവിടെ എത്തി? ഇന്ന് ആ മനുഷ്യൻ എവിടെയാ? ഇന്ന് ഒരു ഒലിവ് വൃക്ഷമായി, സ്വർണ്ണ നിറമുള്ള എണ്ണ ഒലിക്കുന്ന ഒരു ഒലിവ് വൃക്ഷമായി, പരിശുദ്ധമായ സകലത്തിന്റെ ഭൂമിയുടെയും ഉടയവനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നുവെന്ന് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നു. പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കണം. പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കണം. കാര്യങ്ങളൊക്കെയും മാറി വേറെ നിലയിലേക്ക് വരാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഒറ്റ കാര്യം മാത്രം, അന്ധബുദ്ധിയായിട്ട് പോകണ്ട. നമ്മുടെ സ്വന്തം ഭുജത്തിൽ പോകണ്ട, സ്വന്തം ലക്ഷ്യത്തിനും പോകണ്ട. പിന്നെയോ, ദൈവമേ, മിണ്ടാതിരിക്കരുത്, മൗനമായിരിക്കരുത്, നിന്റെ വാക്കിനാലായിരിക്കണം. ഞാൻ അതെവിടെ ചെന്നാലും പറയാനുള്ളത് മീഖായേൽ സാത്താനോട് പറഞ്ഞതുപോലെ, പത്രോസ് പറഞ്ഞതുപോലെ, എവിടെ ചെന്നാലും ധൈര്യമായി. മോശയോട് പറഞ്ഞതുപോലെ, നീ എന്തിനാ പേടിക്കണേ? നീ എന്ന് പറ, ഞാനാകുന്നവൻ ഞാനാകുന്നു. സർട്ടിഫിക്കറ്റാ, പറഞ്ഞിട്ടാ പറഞ്ഞു. നീ ധിക്കരിക്കുവോ, നീ യഹോവ ആരെന്ന് ചോദിക്കും, എനിക്കൊന്നും വിഷയമല്ല. എന്നെ പറഞ്ഞു വിട്ടവൻ ഇതിരിതും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിൽ നിനക്ക് എന്താണെന്ന് ഇഷ്ടമുള്ള തീരുമാനിച്ചോ. അതിന് പുറകെ ബാക്കിയുള്ള വരുന്നതും കൂടെ നീ മേടിച്ചോളണം. കർത്താവ് സ്തോത്രം. പിന്തിരിയാൻ കർത്താവ് സമ്മതിച്ചില്ല. കാരണം വാക്ക് ഉടയവന്റേതാണ്. വാക്ക് ഉടയവന്റേതാണ്. കർത്താവ് സ്തോത്രം. യഹോവയുടെ വചനം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, വനത്തെ തോലിരിക്കുന്ന ശബ്ദം. ആ ശബ്ദം ഇന്ന് മുതൽ ഉണർത്തട്ടെ, ഇന്ന് മുതൽ നടത്തട്ടെ. ആ ശബ്ദം ചെന്ന് അവസാനിക്കുന്നത് സിയോനിലായിരിക്കും. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമെന്ന് ഓർക്കണം. ആ വാക്ക് മറന്നു പോകരുത്. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം, ദൈവത്തിന്റെ ആത്മാവ് തന്ന വചനം മറന്നു പോകരുത്. യഹോവേ, മിണ്ടാതിരിക്കരുത്, സ്വസ്ഥമായും മൗനമായും ഇരിക്കരുത്. എനിക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന, ഞാൻ ജീവിക്കാൻ പോകുന്ന, ഞാൻ ഇറങ്ങിയിരിക്കുന്ന ഈ മഹാസംരംഭത്തിന് വേണ്ടി ഒരു വാക്ക്, ഒരു വാക്ക്, എന്നെ അയക്കുന്ന ഒരു വാക്ക് നീ തരണം. അതിന്മേൽ തന്നെ ഞാൻ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകണം. അതിനാൽ തന്നെ ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇടവരും, സംശയമില്ല. എന്റെ വാക്കിനാലല്ല, എന്റെ പ്രയത്നത്താലല്ല. എല്ലാം വ്യർത്ഥമായല്ലോ, എല്ലാം വ്യർത്ഥമായല്ലോ. ഇത്രയും കാലം ഭൂമികുത്തി തലവഴിക്കുന്നതും ജാതികളെ പറയുന്നത് പോലെ ഇത്രയും കാലം എന്തെല്ലാം പ്രവർത്തിച്ചു, എന്തെല്ലാം പ്രവർത്തി, എവിടെ എത്തി? എന്നാൽ അധികം വേണ്ട, അല്പമേ വേണ്ടു, ഒന്ന് മതി. ആ നല്ല അംശത്തിന്, ആ നല്ല അംശം ഉടയവൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് പ്രാപിച്ചിട്ടേ പോകാവൂ. ഇനി ഞാൻ പോകുന്നില്ലെന്ന് പറയാം. ഇനി ഞാൻ ഇതിലേക്ക് തിരിയുന്നില്ല. ഇനി നിന്റെ വാക്കില്ലാതെ ഞാൻ പുറത്തേക്ക് പോകുന്നില്ല, ഞാൻ മുമ്പോട്ട് പോകുന്നില്ല എന്നൊരു തീരുമാനമെടുക്കുക. ഉടയവനിൽ നിന്ന് ആ ശബ്ദം പുറപ്പെട്ടു വരും. പത്രോസും ശിഷ്യന്മാരും പറഞ്ഞതുപോലെ കാറ്റും കോളും എല്ലാമായി പടക്ക് മുങ്ങാറാകുമ്പോഴാണ് പറയുന്നത്, എഴുന്നേക്ക്, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? എഴുന്നേറ്റ് ഒരു ശബ്ദം കാറ്റിനെയും കടലിനെയും ശാസിച്ചു, ശാന്തമായി. കാര്യങ്ങൾ എല്ലാം എല്ലാം ശാന്തം. കർത്താവ്, മിണ്ടാതിരിക്കരുത്, മൗനമായിരിക്കരുത്, സ്വസ്ഥമായിരിക്കരുത്. നീ മിണ്ടാതിരുന്നിട്ട് ഞങ്ങൾ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ പുറപ്പെടുവിക്കണമേ, ശബ്ദം പുറപ്പെടുവിക്കണമേ.
കൽപ്പിക്കണമേ, സംസാരിക്കണമേ. അധമമായി ദോഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ച് ദൈവത്തിന്റെ വായ് പോലെ ആയിത്തീരുവാൻ തന്റെ ജനത്തിന് കൃപ നൽകുന്ന ദൈവം ഇന്ന് പ്രവർത്തിക്കുമാറാണ്. ഈ യാത്ര സഫലമായി തീരുവാൻ ഇത് മുഖാന്തരം കർത്താവ് സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ ചിന്തിച്ച വചനങ്ങൾക്കായി സ്തോത്രം. പിതാവേ, അതാ ഞങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് കർത്താവ് ആലോചന തന്നതുപോലെ തന്നെ കർത്താവിന്റെ വചനമാകട്ടെ ഇനി ഞങ്ങളുടെ ജീവിതം. കർത്താവിന്റെ വചനത്താലാകട്ടെ ഞങ്ങളുടെ പ്രവർത്തികൾ, ഞങ്ങളുടെ ജീവിതാവസ്ഥ, ഞങ്ങളുടെ അനുഭവങ്ങൾ, എല്ലാം കർത്താവിന്റെ വചനത്താലായിരിക്കും. ധന്യമായി തീരാൻ വേറൊരു വഴിയില്ല കർത്താവ്. ധന്യമായി തീരുവാൻ വേറൊരു വഴിയില്ല ദൈവമേ. കാത്തോളാൻ നമ്മൾക്കായി തോന്നും യേശുവിന്റെ നാമത്തിൽ. പാപത്താൽ എന്നിൽ വന്ന